ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 ദിവസത്തേക്ക് വേണ്ടി വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളും ഉണ്ടാക്കി. ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ അധികം ഇതുപോലെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഇത് വെറും 4 ദിവസത്തേക്കാണ്. എപ്പോഴും ഞാൻ ഫാമിലിയുടെ കൂടെ മാത്രമേ ഇതുപോലെ പോയിട്ടുള്ളൂ. ഇത് ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ 4 ദിവസത്തേക്കുള്ളത്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറച്ച് അരിയുണ്ട ഉണ്ടാക്കി. അത് ശർക്കര പാനിയിൽ, പിന്നെ തേങ്ങ ഞാൻ ചിരകിയ ഉടനെയല്ല, നമ്മൾ 1 വർഷത്തേക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ച ഒരു തേങ്ങയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ചാനലിൽ. അതാണ് കേട്ടോ ചേർത്ത്. അതുകൊണ്ട് ഒരിക്കലും ചീത്തയാവില്ല അത്. ഇപ്പോൾ ശർക്കര പാനിയിൽ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെയാണ് ഉണ്ടാക്കുക. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ തേങ്ങയും ശർക്കരയും കൂടി അരച്ച് അതിൽ മിക്സ് ചെയ്യാറാണ്. ഇത് കുറച്ച് ദിവസം കേടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്താണ്. കുറച്ച് പഞ്ചസാര പൗഡർ കൂടി ഇതിൽ മിക്സ് ചെയ്ത് ഇതാ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി ഒരു 4 ദിവസമൊക്കെ കേടാകാതിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പച്ചച്ചക്ക വെച്ചാണ്. ഇത് ഞാൻ ചാനലിൽ മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ബൺസിന്. തലേ ദിവസം തന്നെ ഞാൻ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, നേരിയ ദോശക്കും പിന്നെ വെള്ളയപ്പത്തിനാണ്. അപ്പോൾ അതൊക്കെ അരച്ച് ഞാൻ വേറെ വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഈ പച്ചരി കുതിർത്ത വെള്ളം ഞാൻ കളയാറില്ല, ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാറാണ്. എല്ലാ ദിവസവും ലഞ്ചിന് മോളും ഹസ്ബൻഡും മാത്രമേ ഉണ്ടാവുള്ളൂ. മോൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി വൈകിട്ടേ എത്തുള്ളൂ കേട്ടോ. മോള് ജോലി ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചാൽ അവൾക്കും അടുക്കള ജോലിയൊക്കെ ഈസി ആയല്ലോ. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് പോയി ഇതാ കുറേ മീനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനില്ലാതെ ഇവർക്കൊന്നും പറ്റില്ല, ചോറും മീനും നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് മോര് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാമ്പാറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം കഴുകിയതിന് ശേഷമാണ് കേട്ടോ മുറിക്കുക. എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും, കൊണ്ടുവന്ന പാടെ അതേപോലെ മുറിക്കരുത് എപ്പോഴും. അപ്പോൾ വേളൂരി, ഇവിടെ വേളൂരി എന്നാണ് പറയുക കേട്ടോ മീനിന്. പിന്നെ കുറച്ച് മത്തിയും, ഇത് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫ്രൈ ആണ് ഇഷ്ടം, കറിയൊന്നും അത്ര വലിയ കാര്യമല്ല. അതുകൊണ്ട് ഞാനെല്ലാം കഴുകി മുറിച്ച് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. അതെല്ലാം ഓരോ ദിവസവും വേറെ വേറെ വെക്കണം, കാരണം ഒരു പാത്രം പുറത്ത് വെച്ചാൽ മതിയല്ലോ ഫ്രീസറിന്. പിന്നെ മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ചെതുമ്പൽ മാത്രം ഇതുപോലെ കളയണം കേട്ടോ. കട്ട് ചെയ്യരുത്, ചെതുമ്പൽ കളഞ്ഞ് എല്ലാം വേറെ വേറെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ചെതുമ്പൽ കളയലും കട്ട് ചെയ്യലും ഒരുമിച്ച് ഒരിക്കലും ചെയ്യരുത്, അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഈസി ആവില്ല കേട്ടോ. ഇപ്പോൾ ചെതുമ്പൽ മുഴുവനും കളഞ്ഞു. ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്യുമ്പോൾ എത്ര ഈസിയാകും നോക്കിക്കോ. വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ 4 ദിവസത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അത് അധികം ദൂരമൊന്നും അല്ല കേട്ടോ, പൂനെ വരെയാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് പോകുന്ന സ്ഥലം ഒന്നും അല്ല കാര്യം, കൂടെയുള്ളവരെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ട്രിപ്പ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ത്രില്ലാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഫുൾ ഫ്രീ അല്ലേ, നമുക്കൊന്നും ചിന്തിക്കേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ, പക്ഷേ വീട്ടിലത്തെ കാര്യം കുറച്ചൊക്കെ ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കി മസാല പുരട്ടി വെച്ചു. പിന്നെ ഒരു പാത്രത്തിലാക്കുന്ന ഈ പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 6 എണ്ണമുള്ള ഒരു സെറ്റായിരുന്നു. നല്ല ബോക്സാണ്, നമുക്ക് ഈ ഫ്രീസ് ചെയ്യാനും ഭക്ഷണമൊക്കെ എടുത്തൊക്കെ നല്ല തരം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനും എല്ലാം നല്ല ഉപകാരമുള്ള കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഇത് ഞാൻ എല്ലാം വേറെ വേറെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 4 ദിവസത്തേക്ക് വേണ്ടതും ഞാൻ ബോക്സിലാക്കി ഫ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് റെഡിയായി, എനിക്ക് ട്രെയിനിന് പോകേണ്ട സമയമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ പാത്രമൊക്കെ കഴുകി വെച്ചു, കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചു. പിന്നെ പാത്രം കഴുകി വെക്കാനുള്ള ഈ റാക്ക് കണ്ടത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടി, വെള്ളം ഇത് ഇതിലേക്ക് കൂടി പോകും. മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം മാംഗ്ലൂരാണ് കേട്ടോ ജോയിൻ ചെയ്തത്. അങ്ങനെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ പൂനെയിലെത്തി. ഹോട്ടലിൽ പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഒരു ശനീശ്വര ടെമ്പിളിൽ പോയി. ये दोनों अर्पण करना है तुम्हारा नाम लेके। शनि का 7.5 सबके राशि में, इसलिए अपने हाथों से अर्पण होता है, कोई पंडित पुजारी नहीं। आगे जाएंगे टेंका है, नीचे टेंका है, माथे पे लगाने का ओम शनेश्वराय बोल के अर्पण करने का वो सिस्टम से। आगे एन्ने कुंड में येल्लू और एन्ने, ये दोनों अर्पण करने का वो डायरेक्ट पाइपलाइन से भगवान के ऊपर जाएगा। भगवान के चरणों में पास जाएंगे, चरण पादुका में फूल अर्पण करो, भगवान के चबूतरे में फूल अर्पण करने। हाउस के बुट्टी प्रसाद और 7 आइटम रिटर्न बनेंगे हाउस के। इसका क्या महत्व है, कैसा लगाने का मैं रिटर्न में बताऊंगा। खाली भगवान का पादुका को चरण स्पर्श करके अपने मन में जो भी इच्छा है मनोकामना बोल के वापिस लाना है, बाकी पूरा अर्पण करना है। ऐसा कंप्लीट अभिषेक. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങൾ എള്ളും
എണ്ണയൊക്കെ വാങ്ങിപ്പോയി. പൂജാരികളില്ലാത്ത ഒരു അമ്പലമാണ് പോലും. പിന്നെ അത് മാത്രമല്ല, ഈ ഓരോ ഷോപ്പിലും നോക്കിയാൽ നിങ്ങൾ ഒരു വാതിൽ പോലും ഇല്ല കേട്ടോ. ഷോപ്പിന് മാത്രമല്ല, വീടിനും വാതിലില്ലാന്ന് പറയുമ്പോൾ ആണ് ഞങ്ങൾക്ക് അതിശയമായത്. വീടിന് മാത്രമല്ല, വാഷ്റൂമിന് വരെ വാതിലില്ല കേട്ടോ. വാതിലില്ലാത്തൊരു നാടാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഒറ്റ ഒന്നിന് പോലും വാതിലില്ല, മുഴുവൻ തുറന്നിട്ടിട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം. അപ്പോൾ അമ്പലത്തിലേക്ക് ഞങ്ങൾ ഇതേ കൂടി അമ്പലത്തിന് ചുറ്റിയിട്ടാണ് പോകുന്നത്. വലിയ അമ്പലമാണ്, നിറയെ ആൾക്കാർ, നല്ല തിരക്കുമാണ്. പക്ഷേ എല്ലാം സ്വന്തം നമ്മൾ ചെയ്യണം. ഞാൻ അകത്തെത്തി കാണിച്ചു തരാം. അതെ, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അകത്ത്. ഇതുപോലെ ടി വിയിൽ പ്രതിഷ്ഠ മുഴുവനായും കാണാം, നമുക്ക് പുറത്തുനിന്നേ കാണാം ഓരോ സ്ഥലത്തും. അപ്പം അവിടെ എത്തിയപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പൂജ ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ഇതുപോലെ എണ്ണയൊക്കെ ധാര ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നേരെ വിഗ്രഹത്തിന് പോയി വീഴും. ഇതിലേക്ക് കൂടി പോയി അതിലേക്ക് നേരെ വീഴാനാണ്. നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ഇവിടെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. നമ്മൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് ചെയ്താൽ അത് നടക്കുന്നതാണ് അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എള്ള് ഇടണം, പിന്നെ അതേപോലെ തന്നെ എണ്ണയും ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഈ മേലെ ഇരിക്കുന്ന കുടത്തിൽ കൂടിയാണ് വിഗ്രഹത്തിന് വീഴുക നമ്മൾ ഒഴിക്കുന്ന എണ്ണ. പിന്നെ ഡയറക്റ്റ് പോയും ചെയ്യാം കേട്ടോ. അതിൽ ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് പോയി ചെയ്തില്ല. ഇതുപോലെ ചെയ്തിട്ട് തിരിച്ച് വരികയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഷിർദിയിലേക്കാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഷിർദി പോകണമെങ്കിൽ. അതും രാത്രി നമ്മൾ യാത്രയൊന്നും നമ്മൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. രാത്രി ഷിർദിയിലെത്തി, അവിടെ ഹോട്ടലിൽ റെസ്റ്റ് എടുത്തു. രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല നീറ്റും ക്ലീനൊക്കെയാണ്. പുറത്തുനിന്ന് തന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കയറിയത്. അകത്തൊന്നും ഫോൺ അലൗഡ് ആയിരുന്നില്ല. അത് പുറത്തുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. ഇവിടെ വരുന്ന ഓരോ ആൾക്കും ഇവിടെ ഭക്ഷണം ഫ്രീ ആണ്, രാത്രിയും രാവിലെ ഒക്കെ. അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. സീനിയർ സിറ്റിസൺസിന് വേറെ തന്നെ ക്യൂ കയറിയാൽ നല്ല ലൈബ്രറിയും നല്ല സ്പേഷ്യസ് ആയ ഹോളും. ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ പോയത് കോലാപുരിയിലേക്കാണ്. അതിനിടയിലുള്ള ഷോപ്പിംഗ് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇവിടുത്തെ മഹാലക്ഷ്മി ടെമ്പിളാണിത്. അവിടെ രാത്രി ഞങ്ങൾ കോലാപുരി എത്തി. രാവിലെ കുളിച്ച് ഫ്രഷായാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നത്. പഴയ ഒരു ദേവീക്ഷേത്രമാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് പോയി വിഗ്രഹത്തിന് തൊടാൻ വരെ സാധിക്കും. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണിത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ ഇതാ സ്ട്രീറ്റിൽ മുഴുവൻ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് സ്ത്രീകൾ. നല്ല നീറ്റായിട്ടാണ് ഇത് ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങളൊക്കെ തിരിച്ചു പോവാന്ന്. അപ്പോൾ പോകുന്ന വഴി എല്ലാവരും ബസ്സിൽ നല്ല ഉറക്കമാണ്. അപ്പം കുട്ടികളെടുത്ത പണിയാണിത്. എല്ലാവരുടെയും ഒരു വീഡിയോ എടുത്തിട്ടതാണ്.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് മാംഗ്ലൂരെത്തി ഓരോരാൾക്കായി ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ പെട്രോൾ ബങ്കിൽ നിർത്തിയപ്പോൾ കുട്ടികൾ എല്ലാവരും ഇറങ്ങാൻ പോകുന്ന ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി അവർ ഡാൻസൊക്കെ കളിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മക്കളൊന്നും ഉണ്ടായില്ല, കുറച്ച് പേരുടെ മക്കളുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആരും വന്നില്ല കേട്ടോ. പിന്നെ ആരും ഹസ്ബൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രിപ്പ് തീരുന്നതിന് മുന്നേ ഞങ്ങളൊരു തീരുമാനം എടുത്തു കേട്ടോ, എല്ലാ വർഷവും ഇതുപോലെ ഒരു ട്രിപ്പെങ്കിലും നമ്മൾ പോകണം എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എപ്പോഴും കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.